പട്ടത്തെക്കുറിച്ച് പറയാം. പട്ടം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കൈറ്റ് പട്ടം. അത് ഏറ്റവും കൂടുതൽ നല്ല ഉയരത്തിലേക്ക് പറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് അനുകൂലമായ കാറ്റ് ലഭിക്കുമ്പോൾ. കാറ്റ് എന്താണെന്നറിയാമല്ലോ. വായുവിൻ്റെ സഞ്ചാരമാണ് കാറ്റെന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ടുണ്ട്. തിരശ്ചീനവും ലംബവുമായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് പഠിക്കുന്ന കുട്ടികൾ കണ്ടെത്തി പഠിക്കട്ടെ. പട്ടം അതാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ, അതായത് കാറ്റാണെങ്കിൽ അത് എത്രത്തോളം ഉയരത്തിൽ പറക്കാമോ അത്രത്തോളം ഉയരത്തിൽ പറക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ. അപ്പം അത് കൂടുതലായിട്ട് നമ്മൾ എവിടെയാണ് കാണുന്നത്? കൂടുതലും നമ്മൾ കാണുന്നത് എന്താണ്? ഈ കടൽ തീരങ്ങളിലാണ് കുട്ടികൾ കൂടുതലായിട്ടും ഇത് പറത്തുന്നത് അല്ലേ. നമ്മൾ ബീച്ചിൽ പോയാൽ അവിടെ പട്ടം വിൽക്കുന്ന സ്ഥലം ഉണ്ടാകും. നിരവധി പട്ടങ്ങൾ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഉയർന്ന് പറക്കുന്നത് കാണാം. ഒറ്റ കളറല്ല, പല കളറിൽ, പല രീതിയിൽ അല്ലേ, പല രൂപങ്ങളിലും ഒക്കെയുള്ള പട്ടങ്ങളുണ്ട്. ഈ പട്ടങ്ങൾ മൂലം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിലൊരു ചോദിച്ചിന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ പട്ടം എന്നുള്ളത് എനിക്കിന്ന് മോഹൻലാലിൻ്റെ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയതാണ്. വാർത്താ ചാനലിൽ നിന്ന്. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം. അതായത് അദ്ദേഹം അതിലൂടെ പറഞ്ഞത് കറക്റ്റാണ്. കുട്ടികളെയും ഈ പട്ടത്തെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞു, ഞാനത് ആലോചിച്ച് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ആശയങ്ങളാക്കി മാറ്റുന്നു എന്ന് മാത്രം. കുട്ടികൾ അവർ ഒരു പട്ടത്തെ പോലാണ്. നല്ല വർണ്ണ ശബളമായ എന്ന് പറയാം പട്ടം. അതിന് ചിറകുകളൊക്കെ ഉണ്ട് അല്ലേ. ഇങ്ങനെ ചിറക് മീൻസ് ആ വാല് രണ്ട് സൈഡിലും ആ നടുക്കൊക്കെ ഇങ്ങനെ വാല് പോലെ കിടക്കും. നല്ല നീളമുള്ള വാലുകളാണ്, നല്ല ഭംഗിയാണ്, നല്ല തിളക്കമാണ് അല്ലേ. പട്ടത്തിന് എന്താണ്? താഴെ നിൽക്കാനാണ് ഇഷ്ടം ഇല്ല, അതിനിങ്ങനെ ഉയർന്ന് പറന്നുകൊണ്ടേയിരിക്കാനാണ് ഇഷ്ടം ഇല്ലേ. അപ്പം പക്ഷേ പട്ടത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? ആ പട്ടം പറത്തുന്ന ആളുടെ കയ്യിലായിരിക്കും. പട്ടം ഇങ്ങനെ ഉയർന്ന് പറന്നുകൊണ്ടേയിരിക്കട്ടെ, പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് താണ്ടിക്കൊണ്ടിരിക്കട്ടെ. ചുറ്റുപാടുമുള്ള പട്ടങ്ങളെക്കാട്ടിലും ഉയരത്തിൽ എൻ്റെ പട്ടം പോകണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ഈ പട്ടം പറത്തുന്ന ആൾ. അങ്ങനെ തന്നെ ആവണം. നമ്മൾ അതിലും വാശി വേണം. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ പട്ടത്തെ നമ്മുടെ കുട്ടിയായി കരുതിയാലോ? അവൻ അല്ലെങ്കിൽ അവൾ നന്നായിട്ട് ഉയരങ്ങൾ താണ്ടി മുന്നോട്ട് പോട്ടെ അല്ലേ. മറ്റെല്ലാ ഈ കാറ്റിൻ്റെ കുറവ് വരുമ്പോൾ ചിലപ്പം പട്ടം ഇങ്ങനെ കുത്തി വരുന്നത് കാണാം അല്ലേ, കുത്തി. പക്ഷേ അപ്പോൾ അത് നിയന്ത്രിക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു വശമുണ്ട്. അവരിങ്ങനെ തട്ടിക്കൊടുത്ത് പിന്നെ ഉയരത്തിലേക്ക് പോകും. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു നിയന്ത്രിക്കുന്ന ഒരാളുള്ളതുപോലെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നിയന്ത്രിക്കുന്നതിന് ആ ഒരു ചരടിൻ്റെ പിടിവള്ളി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം, ഒരു കാലഘട്ടം വരെ അല്ലേ. നമ്മളിപ്പം കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ഒരു പ്രായം എത്തുന്നതിന് വരെ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ല. അവർ പല അപകടങ്ങളിലും പോയി വീഴാം അല്ലേ. ഈ പട്ടം മുകളിലോട്ട് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങിയാൽ അതെല്ലാം മാറ്റി അല്ലേ വീണ്ടും പറത്തി വിടില്ലേ. അതേപോലെ തന്നെ ചിലപ്പോൾ നൂല് മോശമാണെങ്കിൽ അതിൻ്റെ കൂടെ വേറെ നല്ല നൂലൊക്കെ ചേർത്ത് കെട്ടി പോകുന്നതൊക്കെ കാണാം അല്ലേ. അപ്പം എന്തായാലും ആ നൂല് ഒരു പട്ടത്തിനെ എത്രമാത്രം പിന്താങ്ങി നിൽക്കുന്നു അല്ലേ. ആ നല്ല കട്ടിയുള്ള നൂല് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ആ നൂല് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരെ നിയന്ത്രിക്കണം. അനാവശ്യമായ കൂട്ടുകെട്ടുകളിലോ ആപത്തുകളിലോ ചെന്ന് ചാടാതെ സ്നേഹം കൊണ്ട് അവരെ എപ്പോഴും നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം. തല്ലിയോ അടിച്ചോ പിടിച്ചോ ഒന്നുമല്ല, അവരെ സ്നേഹം കൊണ്ട് വേണം നിയന്ത്രിച്ച് നിർത്താൻ. അവരൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് തോന്നണം, അയ്യോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അറിഞ്ഞാൽ അവർക്ക് വിഷമമാവും, അതുകൊണ്ട് അവർക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യരുത് എന്ന തോന്നൽ
നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. അതാണ് ആ സ്നേഹത്തിൻ്റെ ചരട് എന്ന് പറയുന്നത്. അവർ ഉയരങ്ങളിലേക്ക് പോകാൻ നിങ്ങളവരെ സഹായിക്കണം. ഒരു പട്ടം പറത്തുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ അവരെ സഹായിക്കണം. പക്ഷേ ഒരിക്കലും ആ പട്ടത്തിൻ്റെ നൂല് പൊട്ടിപ്പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ അവരുമായിട്ടുള്ള സ്നേഹബന്ധം, സ്നേഹമാകുന്ന ചരട് പൊട്ടാതെ നോക്കണം. കാരണം അത് പൊട്ടിപ്പോയാൽ അപകടങ്ങൾ പലതാണ്. കാരണം ലക്ഷ്യമില്ലാതെ അത് പറന്നു പോകും. എങ്ങോട്ട് പോകണമെന്ന് ചിലപ്പോൾ അതിനറിയില്ല, അല്ലേ? പട്ടം അങ്ങനെ പറന്നു പോകുന്നു. ചിലപ്പോൾ ലൈൻ കമ്പിയിലോ വല്ല മരത്തിലോ, അല്ലേ? പിന്നെ ചിലർ പട്ടം പറത്തിയിട്ട് അപകടങ്ങളുണ്ടാകുന്നുണ്ട്. പട്ടമൊക്കെ ചെന്ന് ലൈനിൽ മുട്ടിയിട്ട്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവരുടെ, ടൂ വീലറുകാരുടെ കഴുത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ഏരിയകളിലൊക്കെ നിരോധിച്ചിട്ട് വരെയുണ്ട്. അപ്പം അത് അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികളെയും നമ്മൾ നിയന്ത്രിച്ച് തന്നെ കൊണ്ടുപോകണം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.